ബ്രാൻഡ് നറേറ്റീവ്സിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 തേർഡ് ആർട്ടിക്കിളാണ് കേട്ടോ. അമൂൽ എ ലോങ്ങസ്റ്റ് റണ്ണിങ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. സോ ആർട്ടിക്കിൾ ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമൂൽ എങ്ങനെയാണ്, അതായത് അമൂലിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇത്രയധികം ഒരു വലിയ ബ്രാൻഡായിട്ട് മാറിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ആർട്ടിക്കിളിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഒറിജിൻ ഓഫ് അമൂൽ എന്ന് പറയുന്നത് ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ നിന്നാണ്. 1946 മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്തതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഡയറി കമ്പനീസൊക്കെ ഉണ്ടല്ലോ, സോ അവരുടെ കയ്യിൽ നിന്ന് അൺഫെയർ ആയിട്ട്, അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അൺഫെയർ ആയിട്ടുള്ള പ്രൈസ് എന്ന് വെച്ചാൽ പാല് നല്ല വിലയ്ക്ക് എന്താണ് ഭയങ്കരമായിട്ട് നല്ല കൊള്ള വിലയ്ക്ക് നമ്മൾ പിന്നെ പാല് കൊടുക്കുന്നു എന്ന് പറയത്തില്ലേ, പാല് മേടിക്കുന്നു. അപ്പോൾ ആ ഭയങ്കര പ്രൈസിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്തു, 1946 ഈ വലിയ ഡയറി, പ്രൈവറ്റ് ആയിട്ടുള്ള ഡയറി കമ്പനീസിനെതിരെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് അമൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രൈവറ്റ് ഡയറി കമ്പനിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. പോൾസൺ പോലെയുള്ള കമ്പനീസൊക്കെ ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ പാലിന് നല്ല രീതിയിൽ പൈസ ചോദിക്കാൻ തുടങ്ങി. സോ അങ്ങനെ അതിനെതിരെ കൊണ്ടുവന്നതാണ് അമൂല്. അപ്പോൾ ഈ ഫാമേഴ്സ് എല്ലാം എന്ത് ചെയ്തു, യുണൈറ്റ് ചെയ്തിട്ട് ഈ ഇടയ്ക്കുള്ള മിഡിൽ മെൻ ഉണ്ടല്ലോ, ബ്രോക്കേഴ്സ് പോലെ നിൽക്കുമല്ലോ, അവരെ എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് അവരുടെ മിൽക്കിന് ഫെയർ പ്രൈസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് നിന്നു. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ നിന്നാണ് അമൂലിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അമൂലിൻ്റെ ഫൗണ്ടേഷനായിട്ട് മാറി. അങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ഡയറി ബ്രാൻഡായിട്ട് ആര് മാറിയത്, അമൂൽ മാറിയത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ റൂറൽ ഫാമേഴ്സിൻ്റെ ഇടയിലുള്ളൊരു എക്കണോമിക് എംപവർമെൻറ്റിനെയാണ് കാണിക്കുന്നത് അല്ലേ. അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് അവർ കളക്റ്റീവായിട്ട് നിന്നു. ആർക്കെതിരെ, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള മിൽക്ക് കമ്പനീസിനെതിരെയും അൺഫെയർ ആയിട്ട് പൈസ ചോദിക്കുന്നവർക്കെതിരെയും. ഇവർക്ക് പൈസ അധികം കൊടുക്കത്തില്ല, ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നവരാണ് ഈ മിഡിൽ മെൻ എന്ന് പറയുന്നത്. അവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ, ഈ ഫാമേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന്, ഡയറി ഫാമേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ദി സ്റ്റാർട്ടഡ് എ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് ഫ്രം ദെയർ അമൂൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് കമ്പനിയായിട്ട് മാറി. ഇനി അടുത്തതെന്ന് വെച്ചാൽ ആർട്ടിക്കിളിനകത്ത് പിന്നീട് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ റോളാണ്. അമൂലിനെ ട്രാൻസ്ഫോം ചെയ്തത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്ത് ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് 1949 ജോയിൻ ചെയ്തു. അദ്ദേഹം ഡയറി പ്രൊഡക്ഷനകത്ത് മോഡേൺ ടെക്നിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നതിനുള്ളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ അദ്ദേഹം യൂസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് അമൂൽ എന്ത് ചെയ്തും ഒരു ലോക്കൽ ഡയറി യൂണിയനിൽ നിന്ന് ഒരു നാഷണൽ മോഡലായിട്ട് മാറിയത്, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട്. സോ അണ്ടർ ഹിസ് ഗൈഡൻസ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരു മൂവ്മെൻറ്റ് വന്നു. അതായത് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഇന്ത്യ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറി. അങ്ങനെ അമൂൽ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെയും സെൽഫ് റിലയൻസ്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ഒരു ഡെവലപ്മെൻറ്റിനെയും കാണിക്കുന്ന ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ട് മാറി അണ്ടർ ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പോൾ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ് കേട്ടോ, അത് മറന്നു പോകരുത്. വൈറ്റ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാലിൻ്റെ ഉൽപ്പന്നത്തിന്, അതായത് ഈ പാലിൻ്റെ പ്രൊഡക്ഷൻ ഇദ്ദേഹമാണ് റെവല്യൂഷനൈസ് ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകളിലൂടെ. ഇനി അമൂൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ തുടങ്ങിയത് 1966 അപ്പോൾ അമൂലിൻ്റെ ആ ഒരു ലോഗോ നിങ്ങൾക്കറിയാമല്ലോ, ഒരു അമൂൽ ഗേൾ ഉണ്ടല്ലോ, അമൂൽ ഗേൾ മസ്കോട്ട്, അത് സിൽവസ്റ്റർ എന്ന് പറഞ്ഞൊരാളാണ് അതിനെ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തത്. സോ അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അഡ്വർടൈസിങ് സ്റ്റൈലിൽ നിന്ന് കുറച്ചും കൂടി ഹ്യൂമറസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലോട്ട് അമൂൽ മാറി, ഈ ഒരു ബ്രാൻഡ് മാറി. അങ്ങനെ ക്യാമ്പയിൻ ആദ്യമേ ഇനിഷ്യലി ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ അമൂൽ ബട്ടർ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ പിന്നീട് അതൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ആയിട്ട് ഈ ഒരു ലോഗോ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ, ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോഴും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അമൂലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവരെപ്പോഴും ആഡ്സ് ഇറക്കുന്നത്. സോ അവർ കുറച്ച് സറ്റയറും വിറ്റും സിംപ്ലിസിറ്റിയും ഒക്കെ വെച്ചിട്ട് പബ്ലിക് അറ്റൻഷൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അവരെപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സ് ഇറക്കുന്നത്. ഇനി അമൂൽ ഗേൾ ഉണ്ടല്ലോ, അമൂൽ ഗേൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അമൂൽ നമ്മുടെ ആ ഒരു ലോഗോ പോലെ ഒരു സിമ്പൽ ഉണ്ടല്ലോ. അപ്പോൾ അമൂൽ ഗേൾ എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പയിൻ്റെ സെൻട്രൽ ഐഡൻറ്റിറ്റിയായി മാറി. എങ്ങനെയാണ് ഈ അമൂൽ ഗേൾ? ഒരു സ്മോൾ ചിയർഫുൾ കാർട്ടൂൺ ഗേളാണ്. പോൾക്ക ഡോട്ടഡ് ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത്. കറണ്ട് ഇവൻസിനെ കുറിച്ച് കമൻറ്റ് പറയുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൽ കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള, അതായത് ഒരു ചെറിയ പെൺകുട്ടി പെറ്റിക്കോട്ട് പോലൊരു ഉടുപ്പൊക്കെ ഇട്ട്, പുള്ളി ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു.
അത് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിലെ ആളുകൾക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ക്ലവർ ആയിട്ടുള്ള വേർഡ് പ്ലേയിലൂടെയും നല്ല വിഷ്വൽ ഹ്യൂമറിലൂടെയാണ് പൊളിറ്റിക്കൽ ഇവൻസിനെ കുറിച്ചും ഫിലിംസിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും ഈ ഒരു കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ ക്യാരക്ടറിലൂടെ കാർട്ടൂൺ ക്യാരക്ടറിലൂടെയാണ് അമൂൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തുന്നതും ക്യാമ്പയിനിങ് ഒക്കെ നടത്തുന്നത് ഇപ്പോഴും. അപ്പോൾ ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ്. ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജനറേഷൻസുമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ കൺസ്യൂമേഴ്സുമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റി ഈ ഒരു ക്യാരക്ടറിലൂടെ. മേജർ സ്ട്രെങ്ത് ഓഫ് അമൂലിൻ്റെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അഡ്വർടൈസിങ് അപ്രോച്ച് മാത്രമല്ല, എന്താണ് ഈ കറണ്ട് ഇവൻറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ക്യാരക്ടറിലൂടെ അവർ കാർട്ടൂണിലൂടെ അവർ അവരുടെ ബ്രാൻഡിനെ അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി എന്തും ചെയ്യുന്നുണ്ട് അവർ കറണ്ട് ആയിട്ടുള്ള ഇവൻറ്റ്സ് കണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ച് അതിനെ വിറ്റി ആയിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റാക്കി മാറ്റിയാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അമൂലിനെ ഭയങ്കര പബ്ലിക് കോൺവെർസേഷനിൽ റെലവൻ്റ് ആക്കി മാറ്റുന്ന ഒരു എലമെൻ്റ് ആയിരുന്നു. അപ്പം ഹ്യൂമറും ഐറണിയും സോഷ്യൽ കമൻട്രി പോലെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരുന്നു അമൂലിൻ്റെ സ്ട്രാറ്റജി. അപ്പം ഇവരുടെ ഈ കാർട്ടൂൺസ് അല്ലെങ്കിൽ ഇവരുടെ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് വൈഡ്ലി ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ആളുകൾ തുടങ്ങി. എന്നുവെച്ചാൽ ഇതുപോലെ ഈ അമൂലിൻ്റെ കാർട്ടൂൺസിനെ എല്ലാം വെച്ച് നമുക്ക് ഒരു റിസർച്ച് ടോപ്പിക്ക് വരെ നമുക്ക് PhD അല്ലെങ്കിൽ നമുക്ക് റിസർച്ച് വരെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ലൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ അമൂലിൻ്റെ ഈ ഒരു അഡ്വർടൈസിങ് ബ്രാൻഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അമൂലിന് എന്താണ് നല്ല കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണല്ലോ നമുക്ക് ചുറ്റിനും. സോ അമൂലിനെ അതിന് ഒരു വിസിബിലിറ്റി കൊണ്ടുവന്നതാണ് ഈ ഒരു കാർട്ടൂൺ കഥാപാത്രത്തിലൂടെ. അതുപോലെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസിനെ ഇവർ കമൻറ്റ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമൂൽ എങ്ങനെയാണ് അഡ്വർടൈസിങ് സ്ട്രാറ്റജിയിലോട്ട് സക്സസ്ഫുൾ ആയിട്ട് മാറിയത്, പ്ലസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ റിലവൻ്റ് ആണ് അവർ. സോ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അതൊക്കെ വന്നപ്പോഴത്തേക്ക് അമൂൽ എന്ത് ചെയ്തു, ഓൺലൈൻ ഫോർമാറ്റിലോട്ട് ഇവർ മാറി. ഇവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഹ്യൂമറും റെലവൻസും എല്ലാം അവർ ഡിജിറ്റൽ കോണ്ടന്റിലോട്ടും ആക്കി. അപ്പോൾ അങ്ങനെയാണ് യങ്ങർ ഓഡിയൻസിൻ്റെ അടുത്തോട്ടും ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ സാധിച്ചത്. അമൂൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് റണ്ണിങ് ആണ്, മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ്. അവർ കൺസിസ്റ്റൻ്റ് ആണ്, ക്രിയേറ്റീവാണ്, അവർ റെലവൻ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് റെക്കഗ്നീഷനും ലോയൽറ്റി മാർക്കുണ്ട് അമൂലിനുണ്ട്. അതുതന്നെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഈ ആർട്ടിക്കിളിനകത്ത് അമൂലിൻ്റെ മാർക്കറ്റിംഗ് സക്സസിനെ കുറിച്ചും അവരെങ്ങനെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോപ്പറേറ്റീവ് ഫൗണ്ടേഷനായിട്ട് തുടങ്ങിയതെന്നുള്ളതും അവരുടെ അഡ്വർടൈസിങ് സ്ട്രാറ്റജി എന്താണെന്നുള്ളതും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അമൂൽ ഗേൾ മസ്കോട്ടും അതിൻ്റെ ആ ഹ്യൂമറസ് ആയിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രവുമാണ് അമൂലിനെ ഇപ്പോഴും റെലവൻ്റ് ആക്കി മാറ്റിയിരിക്കുന്നത്.